ഹായ് ഓൾ, ഇന്ന് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് പഠിക്കുന്നത്. നമ്മൾ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡാറ്റ യൂസിങ് ടേബിൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതെങ്ങനെയാ? ഇങ്ങനെ എക്സിൻ്റെ വാല്യൂ വൈൻ്റെ വാല്യൂ ഒക്കെ തന്നിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ കുറേ ഡാറ്റ റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ എന്താ പഠിക്കുന്നത്? ബാർ ഗ്രാഫും ഹിസ്റ്റോഗ്രാമും. ഹിസ്റ്റോഗ്രാമിൽ വിത്ത് യൂണിഫോം വിഡ്ത്തും ഉണ്ട് ആൻഡ് വിത്ത് വേരിയും വിത്ത് ഉണ്ട്. ഹിസ്റ്റോഗ്രാമിൽ യൂണിഫോം വിത്ത് ഉള്ളതുകൊണ്ട് വേരിയും വിത്ത് ഉള്ളതുണ്ട്. പിന്നെ ഫ്രീക്വൻസി പോളിഗൺ. നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് റെപ്രസെൻറ്റേഷൻ ഓഫ് ഡാറ്റ യൂസിങ് ബാർ ഗ്രാഫ്, ഹിസ്റ്റോഗ്രാം ആൻഡ് ഫ്രീക്വൻസി പോളിഗൺ. ഹിസ്റ്റോഗ്രാമിൽ യൂണിഫോം വിത്ത് ഉള്ളതുകൊണ്ട് വേരിയും വിത്ത് ഉള്ളതുണ്ട്. ഇതിലാദ്യം നമുക്ക് ബാർ ഗ്രാഫ് നോക്കാം. ബാർ ഗ്രാഫിൽ എക്സ് ആക്സിസിൽ നമ്മൾ എന്തെടുക്കും? എക്സ് ആക്സിസോ അല്ലെങ്കിൽ വൈ ആക്സിസിലോ? എക്സ് ആക്സിസിൽ നമ്മൾ വേരിയബിളിന് എടുക്കും. അപ്പൊ വൈ ആക്സിസിൽ എന്തെടുക്കും? വാല്യൂ ഓഫ് വേരിയബിൾ. എന്നിട്ട് നമ്മൾ യൂണിഫോം വിഡ്ത്തും യൂണിഫോം സ്പേസിങ്ങും ഉള്ള ബാർ ഡയഗ്രാം ആണ് നമ്മൾ വരയ്ക്കുക. യൂണിഫോം വിഡ്ത്തും യൂണിഫോം സ്പേസിങ്ങും ഉള്ള ബാർ ഡയഗ്രാംസ് ആണ് നമ്മൾ വരയ്ക്കുക. അതായത് ഇതാണ് നമ്മളുടെ വിഡ്ത്ത്. രണ്ട് അടുപ്പിച്ചിട്ടുള്ള ബാർ തമ്മിലുള്ള ഇതിനോ സ്പേസിംഗ് എന്ന് പറയും. ഇത് സ്പേസിംഗ്, ഇത് വിഡ്ത്ത്. യൂണിഫോം വിഡ്ത്ത് ആയിരിക്കും, യൂണിഫോം സ്പേസിംഗും ആയിരിക്കും ബാർ ഗ്രാഫിൽ. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. In a particular section of class 9, 40 students were asked about the months of their birth and the following graph was prepared for the data so obtained. Observe the bar graph given above and answer the following questions. How many students were born in the month of November? പിന്നെ നമ്മൾ എന്താ കാണേണ്ടത്? In which month were the maximum number of students born? നമ്മളോട് ഗ്രാഫിൽ നിന്ന് എത്ര കുട്ടികൾ നവംബറിൽ ജനിച്ചിട്ടുണ്ട്, പിന്നെ മാക്സിമം നമ്പർ ഓഫ് സ്റ്റുഡൻസ് ജനിച്ച മാസം ഏതാണെന്നും കൂടിയാണ് കാണാൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് ഗ്രാഫ് ഒന്ന് നോക്കാം. ഇതിലെന്താ വേരിയബിള്? വേരിയബിൾ എന്താണ്? മന്ത് ആണ്. മന്ത് ഓഫ് ബർത്ത് ആണ് വേരിയബിൾ. മന്ത് ഓഫ് ബർത്ത്. വാല്യൂ ഓഫ് വേരിയബിൾ എന്താണ്? വാല്യൂ ഓഫ് വേരിയബിൾ എന്താണ്? നമ്പർ ഓഫ് സ്റ്റുഡൻസ് ബോൺ. ഇവിടെ ഫുള്ള് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ്. നമ്പർ ഓഫ് സ്റ്റുഡൻസ് ബോൺ. അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നവംബർ. ഇതിൽ നവംബർ ഇവിടെയാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ എത്ര കുട്ടികൾ ജനിച്ചു എന്നാണ് പറയുന്നത്? 4. 4ന്റെ നേരെ ഉള്ളതാണ് ഗ്രാഫ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ 4 ആണ് സ്റ്റുഡൻസ്. നമ്പർ ഓഫ് സ്റ്റുഡൻസ് ബോൺ ഇൻ നവംബർ എത്രയാണ്? 4 ആണ്. പിന്നെന്താ ചോദിച്ചത്? ഏത് മാസത്തിലാണ് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ജനിച്ചിട്ടുള്ളത്? ഏത് മാസത്തിലാണ്? അവിടെ ഗ്രാഫിൽ നിന്ന് ക്ലിയർ ആയിട്ട് കാണാം. ഈ മാസത്തിലാണ് ജനിച്ചിട്ടുള്ളത് 6 സ്റ്റുഡൻസ്. അത് ഏതാണ് മാസം? ഓഗസ്റ്റ്. ഓഗസ്റ്റ് ഹാസ് ദ മാക്സിമം നമ്പർ ഓഫ് സ്റ്റുഡൻസ് ബോൺ. ഓഗസ്റ്റിലാണ് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ജനിച്ചിട്ടുള്ളത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ഫാമിലി with a monthly income of 20,000 rupees had planned the following expenditures per month under various heads. ഓരോ ഹെഡ്സ് നമ്മൾ തന്നിട്ടുണ്ട്. ഗ്രോസറിയിൽ 4,000 rupees, റെന്റിന് 5,000, എഡ്യൂക്കേഷൻ ഓഫ് ചിൽഡ്രന് 5,000, മെഡിസിന് 2,000, ഫ്യൂവലിന് 2,000, എന്റർടൈൻമെന്റിന് 1,000, മിഷനറീസിന് 1,000. അങ്ങനെ കുറെ ഹെഡ്സും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചറും നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? ഡ്രോ എ ബാർ ഗ്രാഫ് ഫോർ ദ ഡാറ്റ അബോവ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ബാർ ഗ്രാഫ് വരയ്ക്കാനാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് വേരിയബിൾ എന്താ?
വേരിയബിൾ എന്താ ഹെഡ്, വാല്യൂ ഓഫ് വേരിയബിൾ എക്സ്പെൻഡിച്ചർ. അങ്ങനെ നമ്മൾ ഗ്രാഫ് വരയ്ക്കുകയാണ്. ഇതിന്റെ മാക്സിമം വാല്യൂ എന്താ 5 ആണ്. അപ്പം നമുക്ക് 5 വരെ വരച്ചാൽ മതി. 1 2 3 4 5. 1 2 3 4 5. ഒന്നും കൂടി എടുക്കാം 6. ഇനി ഗ്രോസറിയിൽ 4000 ആണ് വേണ്ടത്. ഗ്രോസറിയിൽ 4 വരെ വരയ്ക്കാം. എന്നിട്ട് അവിടെ ഗ്രോസറി എന്ന് പറയും. റെന്റിന് 5000 ആണ്. റെന്റിന് അതേപോലെ എടുത്തിട്ട് 5ന്റെ അവിടെ വരെ വരയ്ക്കുക. റെന്റ് എന്ന് എഴുതാം. എഡ്യൂക്കേഷന് 5000 ആണ്. അതും 5 വരെ എടുത്തിട്ട് വരച്ചിട്ട് എഡ്യൂക്കേഷൻ എഴുതും. മെഡിസിന് 2000, ഫ്യൂവലിന് 2000. മെഡിസിന് 2000, മെഡിസിന് 2000, ഫ്യൂവലിനും 2000, ഫ്യൂവലിന് 2000. എന്റർടൈൻമെന്റിനും മിസലേനിയസിനും 1000 ഈച്ച്. എന്റർടൈൻമെന്റിന് 1000, മിസലേനിയസിന് 1000. എന്റർടൈൻമെന്റ്, മിസലേനിയസ്, എന്റർടൈൻമെന്റിനും മിസലേനിയസിനും 1000 ഈച്ച്. അങ്ങനെ നമ്മൾ ഗ്രാഫ് വരച്ചു. നമ്മളോട് ഗ്രാഫ് വരയ്ക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഗ്രാഫ് വരച്ചു. ഇപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഒരു ഗ്രാഫിന്ന് കൺക്ലൂഷൻസ് നമുക്ക് എടുക്കാൻ പറ്റി. പിന്നെ നമുക്ക് ഡാറ്റ തന്നിട്ട് ഡാറ്റനെ നമ്മൾ ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്തു. ഇനി ഹിസ്റ്റോഗ്രാം എങ്ങനെയാണ് വരയ്ക്കാന്നാണ് നമുക്ക് നോക്കാം. ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത് ബാർ ഗ്രാഫ് പോലെ തന്നെയാണ്. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡാറ്റ ഇന്റർവെൽസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹിസ്റ്റോഗ്രാം യൂസ് ചെയ്യുന്നത്. സിമിലർ ടു ബാർ ഗ്രാഫ് ബട്ട് യൂസ് ഫോർ കണ്ടിന്യൂസ് ക്ലാസ് ഇന്റർവെൽസ്. സിമിലർ ടു ബാർ ഗ്രാഫ് ആണ്, ബട്ട് യൂസ് ഫോർ കണ്ടിന്യൂസ് ക്ലാസ് ഇന്റർവെൽസ്. ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്ലാസ് ഇന്റർവെൽസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇങ്ങനെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. വെയിറ്റും നമ്പർ ഓഫ് സ്റ്റുഡൻസും തമ്മിലുള്ള ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്ലാസ് ഇന്റർവെൽ 30.5 to 35.5 ആണ് ആദ്യത്തേത്. മറ്റേ അടുത്തെന്താ 35.5 to 40.5. അങ്ങനെ ഉള്ളതാണ്. അപ്പം ആദ്യത്തെയും രണ്ടാമത്തെയും തമ്മിൽ എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടോ? 35.5 രണ്ടിലും വരുന്നുണ്ട്. ഗ്യാപ്പില്ലാതെ കണ്ടിന്യൂസ് ആയിട്ടാണ് നമ്മൾ ഈ ഗ്രാഫ് വരയ്ക്കേണ്ടി വരിക. അപ്പൊ നമുക്ക് ആദ്യം എങ്ങനെ ചെയ്യാം? ആദ്യം നമുക്ക് ഹൊറിസോണ്ടൽ ആക്സിസിൽ എന്താ വരയ്ക്കുന്നത് നോക്കാം. ഹൊറിസോണ്ടൽ ആക്സിസിൽ നമ്മൾ എന്താ എടുക്കുന്നത്? വെയിറ്റ് ആണ് എടുക്കുന്നത്. വെർട്ടിക്കൽ ആക്സിസിലോ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. ഇനി നമുക്ക് ഗ്രാഫിലേക്ക് വരാം. ഒരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമ്മൾ എപ്പോഴും എന്ത് എഴുതണം? സ്കെയിൽ എഴുതണം. റൈറ്റ് ഹാൻഡ് കോർണറിൽ അതിന്റെ സ്കെയിൽ എഴുതണം. സ്കെയിൽ പറഞ്ഞാൽ എക്സ് ആക്സിസ് 1 സെന്റിമീറ്റർ ഈക്വൽ ടു വൈ ആക്സിസ് 1 സെന്റിമീറ്റർ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് എടുക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ച് സ്കെയിൽ എഴുതണം. ഇവിടെ എക്സ് ആക്സിസ് 1 സെന്റിമീറ്റർ ഈക്വൽ ടു 5 kg ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. കാരണം 30 to 35 ആണ് 1 സെന്റിമീറ്റർ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ 5 kg ആണ് എക്സ് ആക്സിസിൽ നമ്മൾ എടുക്കുന്നത്. വൈ ആക്സിസിൽ എന്താ എടുക്കുന്നത്? വൈ ആക്സിസിൽ 15 വരെ പോകണം. 15 ആണ് ഇതിന്റെ മാക്സിമം ഉള്ളത്. അപ്പം നമുക്ക് വൈ ആക്സിസിൽ 1 സെന്റിമീറ്റർ ഈക്വൽ ടു 2 നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് എഴുതാം. 15 വരെയാണ്, 16 വരെ നമുക്ക് കിട്ടും. ഇവിടെ എന്താ എക്സ് ആക്സിസിൽ എന്താ വെയിറ്റ് ആണ്, 30 എന്നാണ് തുടങ്ങുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഇങ്ങനെ ഒരു മാർക്കിങ് ചെയ്യും. കാരണം അത് നമ്മൾ 0 മുതൽ 0 to 5 to 10 അങ്ങനെ തുടങ്ങുന്നില്ല. നമ്മൾ 30.5 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കൊടുക്കുന്നത്. ഇതിനെ ഗ്രാഫ് ബ്രേക്ക് എന്നാ പറയാ. ഇതിനെ നമ്മൾ കിങ്ക് എന്നാണ് പറയാ. KINK കിങ്ക്. KINK. അത് ഗ്രാഫിന്റെ ബ്രേക്സ് ഡിനോട്ട് ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആദ്യം 30 to 35 ആണ്. ആദ്യം നമുക്ക് 30.5 എടുക്കാം, 35.5 എടുക്കാം, 40.5 എടുക്കാം, 45.5 എടുക്കാം, 50.5 എടുക്കാം, 55.5 എടുക്കാം, 60.5 എടുക്കാം.
60.5 വരെയാണ് നമുക്ക് ഗ്രാഫുകൾ തന്നിട്ടുള്ളത്. 30 to 35 എത്രയാണ്? 9 ആണ്. 30 to 35 എന്ന് പറയുന്നത് 8-ന്റെയും 10-ന്റെയും ഇടയിൽ 9 വെച്ചിട്ട് നമ്മൾ വരച്ചു. 35 to 40 എത്രയാ? 6. 35 to 40 എന്ന് പറയുന്നത് 6 ആയതുകൊണ്ട് ഇത്രയും പേഴ്സ് വരച്ചു. 40 to 45 15 ആണ്. 40 to 45 16-ന്റെയും 40-ന്റെയും മിഡ് പോയിന്റിൽ നമ്മൾ മിഡ് പോയിന്റ് വരെ വരച്ചു. 45 to 50 3 ആണ്. 45 to 50 4-ന്റെ 24-ന്റെ നേരെ പകുതി 3 ആയിട്ട് വരച്ചു. 50 to 55 1 ആണ്. 50 to 55 1 ആയിട്ട് വരച്ചു. 55 to 60 55.5 to 60.5 2 ആണ്. ഇങ്ങനെ ഗ്രാഫ് ഷെയ്ഡ് ചെയ്യുന്നത് നന്നായിരിക്കും. 30.5 to 35.5 എത്രയാണ്? 9 ആണ്. 35.5 to 40.5 6 ആണ്. 40.5 to 45.5 15 ആണ്. 45.5 to 50.5 3 ആണ്. 50.5 to 55.5 1 ആണ്. 55.5 to 60.5 2 ആണ്. അങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് എഴുതി. ഒരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, സ്കെയിൽ എഴുതാൻ മറക്കരുത്. സ്കെയിൽ എഴുതിയിട്ട് വേണം ഗ്രാഫ് വരയ്ക്കാൻ. പിന്നെ ഗ്രാഫ് ബ്രേക്സ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഡിനോട്ട് ചെയ്യാനും മറക്കരുത്. സ്കെയിൽ ഒന്നും കൂടി പറഞ്ഞുതരാം. സ്കെയിൽ എക്സ് ആക്സിസിൽ 1 സെന്റിമീറ്റർ, എക്സ് ആക്സിസ് 1 സെന്റിമീറ്റർ ഈക്വൽ ടു ഇവിടെ എന്താ എടുത്തത് നോക്കാം. ഇവിടെ എന്താ എടുത്തത്? വെയിറ്റ് ആണ്. അപ്പം വെയിറ്റിന്റെ യൂണിറ്റ് എന്താ? കെ ജിയിലാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പം യൂണിറ്റ് കെ ജിയിൽ എഴുതാം. എത്രയാണ് 1 സെന്റിമീറ്റർ എടുത്തതെന്ന് നോക്കാം. ഇവിടെ 5 ആയതുകൊണ്ട് ഇവിടെ 5 എന്ന് എഴുതി. അതേപോലെ വൈ ആക്സിസിൽ ഇവിടെ എന്താ? നമ്പറാണ് എടുക്കുന്നത്, നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ്. അപ്പം നമ്പർ എഴുതാം. നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് ഇവിടെ വെയിറ്റ് എന്ന് എഴുതണം. സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ എഴുതുന്നു. അപ്പൊ ഇവിടെ 2 വെച്ചിട്ടാണ് നമ്മൾ ഓരോ സെന്റിമീറ്റർ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം 2 നമ്പേഴ്സിന് നമ്മൾ ഡിനോട്ട് ചെയ്തു. ഇതിൽ ശ്രദ്ധിക്കണം, ബാർഗ്രാഫ് പോലെ ഇടയിൽ ഗ്യാപ്പ് ഇല്ല. ഇത് ബാർഗ്രാഫ് ആണ്, ഇത് ഗ്യാപ്പ് ആണ്. ഇത് ബാർഗ്രാഫ്. ഹിസ്റ്റോഗ്രാമിൽ എങ്ങനെയാ? ഇങ്ങനെയാണ് ഉള്ളത്. അപ്പൊ നമുക്ക് നോ ഗ്യാപ്പ് എന്നാണ് പറയാം. ഒരു ഗ്യാപ്പും ഇല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെന്താണ് ശ്രദ്ധിക്കാനുള്ളത്? ഇതിന്റെ വിട്ടാണ്. ഇതിന്റെ വിട്ട് ഇങ്ങനെ മാറാനൊക്കെ സാധ്യത ഉണ്ട്. ഹിസ്റ്റോഗ്രാമില് വരുമ്പോൾ ഈ വിട്ട് മാറാൻ സാധ്യതയുണ്ട്. അതിന് പ്രത്യേകമായിട്ടുള്ള റോൾ ഉണ്ട്. ആ വിട്ട് മാറുന്നതിന് സിഗ്നിഫിക്കൻറ്റ് റോൾ ഉണ്ട് അതിന്റെ കൺസ്ട്രക്ഷനിൽ. അത് നമുക്ക് പഠിക്കാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A teacher wanted to analyze the performance of 2 sections of students in the mathematics test of 100 marks. Looking at their performances, she found that a few students got under 20 marks and a few got 70 marks or above. So she decided to group them into intervals of varying sizes as follows: 0 to 20, 20 to 30, up to 60 to 70 and 70 to 100. Then she formed the following table. ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹിസ്റ്റോഗ്രാം നമുക്ക് വരയ്ക്കണം. ഇതാണ് നമുക്ക് തന്ന ടേബിൾ. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സ്റ്റുഡന്റ് ഒരു ഹിസ്റ്റോഗ്രാം വരച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതൊന്ന് നോക്കാം. ഇതാണ് നമ്മളുടെ ഗ്രാഫ്. അതിൽ നമുക്ക് ഹിസ്റ്റോഗ്രാം എങ്ങനെയാണുള്ളത് നോക്കാം. ആ സ്റ്റുഡന്റ് വെച്ച ഹിസ്റ്റോഗ്രാം എങ്ങനെയാണ്? 0 to 20 എത്രയാ? 7. മൊത്തമായിട്ട് 7 എടുത്തു. 20 to 30 10 അത് കറസ്പോണ്ടിങ് ആയിട്ട് 10 എടുത്തു. 30 to 40 അത് കറസ്പോണ്ടിങ് ആയിട്ട് 10 എടുത്തു. 40 to 50 അത് കറസ്പോണ്ടിങ് ആയിട്ട് 20 എടുത്തു. 50 to 60 അതും കറസ്പോണ്ടിങ് ആയിട്ട് 20 എടുത്തു. 60 to 70 15 എടുത്തു. 70 to 100 8 ആയിട്ടും എടുത്തു. ഈ 0 to 20യും 20 to 30 ഒരേ വിട്ടല്ലല്ലോ, വേരി ചെയ്യുന്ന വിട്ടാ. അപ്പൊ നമുക്ക് ഏരിയ കറസ്പോണ്ടിങ് ടു ഫ്രീക്വൻസി ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇൻ ഹിസ്റ്റോഗ്രാം ഏരിയ ഓഫ് rectangle is proportional to
frequency. In histogram, area of rectangle is proportional to frequency. Histogramമിൽ വേരി വിഡ്ത്ത് ഉണ്ടെങ്കിൽ നമുക്ക് ഏരിയ ഓഫ് റെക്ടാങ്കിൾ ഈസ് പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് അതേ വാല്യൂസ് എത്താൻ പറയാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ തന്ന ടേബിളിനെ കൺവേർട്ട് ചെയ്യണം, എന്നിട്ട് വേണം നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ. അപ്പം നമുക്ക് കൺവേർട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്താ ആദ്യം എടുക്കുക? ഇതിൽ മിനിമം വിട്ടുള്ള ക്ലാസ് ഏതാ നോക്കും. മിനിമം വിട്ടുള്ള ക്ലാസ് ഏതാ? മിനിമം വിട്ടുള്ള ക്ലാസ് നോക്കും. ക്ലാസ് വിത്ത് മിനിമം വിത്ത്. മിനിമം വിത്ത് ക്ലാസ് വിത്ത് മിനിമം വിത്ത് എത്രയാണ്? 10 ആണ്. 10 ആണ് വിത്ത് മിനിമം. എന്നിട്ട് അതുമായിട്ട് കൺവേർട്ട് ചെയ്യും. ഓരോ ക്ലാസ്സിനെയും അതിനായിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ലെങ്ത് ഓഫ് റെക്ടാങ്കിളിനെ ഈ കറസ്പോണ്ടിങ് വിത്തിന് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ആദ്യം നമുക്ക് വിത്ത് ഓഫ് ക്ലാസ് ഒക്കെ എഴുതി വെക്കാം. വിത്ത് ഓഫ് ക്ലാസ് 10 ആണ്, ഇവിടെ 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 30 ആണ്. ഇങ്ങനെയാണ് വിത്ത് ഓഫ് ക്ലാസ് തന്നിരിക്കുന്നത്. അതിൽ മിനിമം വിത്ത് 10 ആണ്. ഇനി ലെങ്ത് ഓഫ് റെക്ടാങ്കിൾ. ലെങ്ത് ഓഫ് റെക്ടാങ്കിൾ എത്രയായിരിക്കും? ഇവിടെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് 7 ആണ്. അപ്പൊ 7 ബൈ വിത്ത് ഓഫ് ക്ലാസ് എത്രയാ? 20 ഇൻറ്റു മിനിമം വിത്ത്. മിനിമം വിത്ത് എത്രയാ? 10. അതാണ് ആദ്യത്തതിൻ്റെ. അതെങ്ങനെയായിരിക്കും? 3.5 ആയിരിക്കും. അടുത്തതൊക്കെ അത് തന്നെയാണ്. 10 ആണ്, ഇതിന് 10 ആണ്, ഇതിന് 20 ആണ്, ഇതിനും 20 ആണ്. അത് മാറ്റില്ല. കാരണം എന്താ? 10/10 ഇൻറ്റു 10 ഈക്വൽ ടു 10. 10/10 ഇൻറ്റു 10 ഈക്വൽ ടു 10. 20/10 into 10 equal to 20. 20/10 into 10 equal to 20. 15/10 into 10 equal to 15. 8/30. 8/30 into 10 equal to 2.6 ആണ്. അപ്പൊ നമുക്ക് ലെങ്ത് ഓഫ് റെക്ടാങ്കിൾ കിട്ടി, വിഡ്ത്ത് ഓഫ് ക്ലാസ്സും കിട്ടി. ഇനി കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. ആദ്യം നമ്മളെ ഗ്രാഫ് വരയ്ക്കുക. അതിൽ എക്സ് ആക്സിസിൽ എന്താണെന്ന് എടുക്കുന്നത്? മാർക്സ് ആണ് എടുക്കുന്നത്. അപ്പോൾ മാർക്സ് എന്ന് എഴുതാം. സ്കെയിൽ എക്സ് ആക്സിസിൽ എന്താ? 1 സെന്റിമീറ്റർ ഈക്വൽ ടു 10 മാർക്ക്. വൈ ആക്സിസിലോ 1 സെന്റിമീറ്റർ ഈക്വൽ ടു 2 സ്റ്റുഡൻസും 2 നമ്പർ. ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കുന്നത്. ആദ്യം 0 to 20 എത്രയാണെന്ന് നോക്കാം. 0 to 20 വിഡ്ത്ത് എത്രയാണ്? 20 ആണ്. ലെങ്ത് ഓഫ് റെക്ടാങ്കിൾ 3.5 ആണ്. ഇവിടെ 3 ആവുമ്പോൾ 3.5 പറഞ്ഞ എത്രയും അത് 3.5 വരെ വരച്ചു. 7 അല്ല എടുക്കേണ്ടത്, 3.5 ആണ് എടുക്കേണ്ടത്. നമ്മൾ കൺവേർട്ട് ചെയ്തതാണ്. ആ വാല്യൂ ആണ് നമുക്ക് എടുക്കേണ്ടത്. ബാക്കിയുള്ള ഇതിലൊക്കെ വിഡ്ത്ത് സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് അത് തന്നെ വരയ്ക്കാം. 2 10 വരയ്ക്കുക. പിന്നെന്താ? 2 20 വരയ്ക്കണം. പിന്നെ 60 to 70 എത്രയാ? 15 ആണ്. 60 to 70 15 ആണ്. അതിന് വിഡ്ത്ത് മാറുന്നുണ്ടോ? വിഡ്ത്ത് മാറുന്നില്ല. 60 to 70 15 ആയതുകൊണ്ട് അത് 15 വരയ്ക്കും. സെവൻറ്റി ടു ഹൺഡ്രഡ് എത്രയാ? 2.6 ആ. 8 അല്ല, 2.6 ആണ്. 2.6 എന്ന് പറഞ്ഞാൽ 2 ഇവിടെ ആണെങ്കിൽ ഇത് പ്ലസ് 0.6. ഇതാണ് നമ്മളുടെ കൺവേർട്ട് ചെയ്ത ഫിഗർ. നമുക്ക് തന്ന വാല്യൂ അല്ല, മാർക്കും നമ്പർ ഓഫ് സ്റ്റുഡൻസും നമുക്ക് തന്നിരുന്നു. ആ വാല്യൂവിന് പകരം നമ്മൾ എന്ത് ചെയ്തു? വിഡ്ത്ത് വേരി ചെയ്യുന്നതുകൊണ്ട് ഇതിനെ കൺവേർട്ട് ചെയ്തു. ലെങ്ത് ഓഫ് റെക്ടാങ്കിൾ നമ്മൾ മാറ്റി കൺവേർട്ട് ചെയ്തു. എന്നിട്ടാണ് നമ്മൾ ഹിസ്റ്റോഗ്രാം വരയ്ക്കുക. അപ്പം വേരിയും വിഡ്ത്ത് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. വേരിയും വിഡ്ത്ത് ആണെങ്കിൽ നമ്മൾ ഡയറക്റ്റ്ലി ഫ്രീക്വൻസി മാർക്ക് ചെയ്യല്ല ചെയ്യുക. അതിനെ കൺവേർട്ട് ചെയ്തിട്ട് ക്ലാസ് മിനിമം വിഡ്ത്തിനായിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെങ്ത് ഓഫ് റെക്ടാങ്കിൾ കാണും. എന്നിട്ട് ആ വാല്യൂസ് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ഇവിടെ മാർക്സ് ആണ്, ഇവിടെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? വി കൻ കോൾ ദിസ് ലെങ്ത്. ഈ ലെങ്ത്തിനെ നമുക്ക് എന്ത് വിളിക്കാം? പ്രൊപ്പോർഷൻ ഓഫ് സ്റ്റുഡൻസ് പെർ 10 മാർക്ക് ഇന്റർവെൽ.
പ്രൊപ്പോർഷൻ ഓഫ് സ്റ്റുഡൻസ് പെർ 10 മാർക്ക് ഇന്റർവൽ. നമ്മുടെ മാർക്ക് ഇന്റർവൽ 10 ആയിട്ടാണ് നമ്മൾ എഴുതുക. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രൊപ്പോർഷൻ ഓഫ് സ്റ്റുഡൻസ് ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. ഇതാണ് നമ്മളുടെ ഹിസ്റ്റോഗ്രാം എന്ന് വിചാരിച്ചോളൂ. നേരത്തെ ക്വസ്റ്റ്യനിൽ തന്നത് വെയിറ്റ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് നമ്മൾ നേരത്തെ ഹിസ്റ്റോഗ്രാം എങ്ങനെയാണ്. അതിൽ നമ്മളോട് ഫ്രീക്വൻസി പോളിഗൺ വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഹിസ്റ്റോഗ്രാമിന്റെ സെന്റർ പോയിന്റ് ഒക്കെ കണക്ട് ചെയ്യും. സെന്റർ പോയിന്റ്സ് ഒക്കെ കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഗ്രാഫ് വരയ്ക്കും. എന്നിട്ട് ലോവസ്റ്റ് ക്ലാസ്സും ഹയസ്റ്റ് ക്ലാസിന്റെയും അപ്പുറത്തും ഇപ്പുറത്തും നമ്മൾ എന്ത് ചെയ്യും, സീറോ ഫ്രീക്വൻസി വെച്ചിട്ടുള്ള ഒരു ക്ലാസ് കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അത് സീറോയിലേക്ക് മുട്ടിക്കുക. ഇങ്ങനെ മുട്ടിച്ചാലുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ഫ്രീക്വൻസി പോളിഗൺ ഈക്വൽ ടു ഏരിയ ഓഫ് ഹിസ്റ്റോഗ്രാം ആയിരിക്കും. ഏരിയ ഓഫ് ഫ്രീക്വൻസി പോളിഗൺ ഈക്വൽ ടു ഏരിയ ഓഫ് ഹിസ്റ്റോഗ്രാം ആയിരിക്കും. കാരണം എന്താ, ഏരിയ ഓഫ് ഫ്രീക്വൻസി പോളിഗനും ഏരിയ ഓഫ് ഹിസ്റ്റോഗ്രാമും ഈക്വൽ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വാല്യൂസിനെ സീറോയിലേക്ക് മുട്ടിക്കുന്നത്. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Consider the marks out of 100 obtained by 51 students of a class in a test. Draw the frequency polygon corresponding to the frequency distribution table. ഇതാണ് നമ്മുടെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ തന്നിട്ടുള്ളത്. മാർക്സും നമ്പർ ഓഫ് സ്റ്റുഡൻസും വെച്ചിട്ടുള്ള ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹിസ്റ്റോഗ്രാം വരച്ച് നോക്കാം. ശ്രദ്ധിക്കുക, ഇവിടെ 0 to 10 ആണ്. അപ്പൊ 0 മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ ഭാഗത്ത് കുറച്ച് സ്പേസ് വിട്ട് വെച്ചേക്കാം. അതിന്റെ കാര്യം ഞാൻ പറയുന്നതല്ല, ഇപ്പൊ കുറച്ച് സ്പേസ് വിട്ട് വെച്ചേക്കാം. ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമ്മൾ സ്കെയിൽ ചെയ്താൽ മറക്കരുത്. എക്സ് ആക്സിസിൽ എന്താ, എക്സ് ആക്സിസിൽ 1 സെന്റിമീറ്റർ ഈക്വൽ ടു എന്താ 10 മാർക്കാണ്, 10 മാർക്സ്. വൈ ആക്സിസിൽ എന്താ, നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ്. വൈ ആക്സിസിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ്. അപ്പൊ 1 സെന്റിമീറ്റർ ഈക്വൽ ടു ഇവിടെ 10 വരെ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 1 നമ്പർ എന്ന് എഴുതാം, അല്ലെങ്കിൽ 2 നമ്പർ എന്ന് എഴുതാം. 10 വരെ നമുക്ക് 2, 4, 6, 8, 10. 10 വരെ നമുക്ക് മാർക്ക് കിട്ടും. അപ്പൊ നമ്മൾ 10 വരെ എക്സ് ആക്സിസിൽ 1 സെന്റിമീറ്റർ ഈക്വൽ 10 മാർക്സും വൈ ആക്സിസിൽ 1 സെന്റിമീറ്റർ ഈക്വൽ 2 നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ്. നമ്പർ ഓഫ് സ്റ്റുഡൻസ്, നമ്പർ ഓഫ് സ്റ്റുഡൻസും ഇവിടെ എക്സ് ആക്സിസിൽ മാർക്സും ആണ്. അപ്പൊ നമുക്ക് ഗ്രാഫ് വരയ്ക്കാം. 0 to 10 5, 5 to 10 to 20 10. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഗ്രാഫ് കിട്ടിയത്. ഹിസ്റ്റോഗ്രാം കിട്ടിയത് നമുക്ക് ഇങ്ങനെയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഫ്രീക്വൻസി പോളിഗൺ എങ്ങനെ വരയ്ക്കാം. ഹിസ്റ്റോഗ്രാമിന്റെ സെന്റർ പോയിന്റ് ഒക്കെ കണക്ട് ചെയ്യാം. ഈ സെന്റർ പോയിന്റ്സ് ഒക്കെ നമ്മൾ കണക്ട് ചെയ്യാണ് ചെയ്യാം. എന്നിട്ട് റൈറ്റ് സൈഡില് 0യിലേക്ക് മുട്ടിക്കുക. അടുത്ത ക്ലാസ് ഇന്റർവെൽ വെച്ചിട്ട് 10 വെച്ചിട്ട് നമ്മൾ 0യിലേക്ക് മുട്ടിക്കുക. ലെഫ്റ്റ് സൈഡിൽ എന്ത് ചെയ്യും, ഇവിടെ 0 നേരത്തെ പറഞ്ഞില്ലേ, ഇത് എന്തിനാ വെച്ചിരിക്കുന്നത്, ഇവിടെ ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ 0യിലേക്ക് മുട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു മാർക്കിംഗ് വെച്ചത്. അപ്പൊ നമുക്ക് -10 പറയാം. അത് -10 എന്തായിരിക്കും, 0. ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ മുട്ടിച്ചു, റൈറ്റ് സൈഡിലേക്ക് മുട്ടിച്ചു. ഇത് നമ്മുടെ ഫ്രീക്വൻസി പോളിഗൺ ആയി. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഈ ഇതുണ്ടോ, ഒരേ വാല്യൂ ഉള്ള രണ്ടെണ്ണം നമ്മൾ എങ്ങനെയാ എഴുതാം. ഇത് ഒരേ വാല്യൂ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയാണ് മാർക്ക് ചെയ്യുക. ഇത് ഈ പോയിന്റ് നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്യുന്നു എന്നുള്ളൂ. നമുക്ക് ഫ്രീക്വൻസി പോളിഗൺ വരയ്ക്കാൻ ഹിസ്റ്റോഗ്രാം വേണമെന്ന് നിർബന്ധമില്ല. ഫ്രീക്വൻസി പോളിഗൺ നമുക്ക് ഡയറക്റ്റ് ആയിട്ടും വരയ്ക്കാം. അതിന് നമുക്ക് എന്ത് വേണം, ക്ലാസ് മാർക്ക് പറഞ്ഞ കാര്യം വേണം. ക്ലാസ് മാർക്ക് എന്ന് പറഞ്ഞാൽ എന്താ, അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ബൈ 2 ആണ് നമ്മളുടെ ക്ലാസ് മാർക്ക്. ഓരോ ക്ലാസിന്റെ മാർക്ക് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ആഡ് ചെയ്തിട്ട് അത് 2 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്താലാണ് ആ ക്ലാസ് മാർക്ക് കിട്ടുക. ഈ ക്ലാസ് മാർക്കാണ് നമ്മളുടെ
ഹിസ്റ്റോഗ്രാമത്തെ മിഡ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ സിറ്റി the weekly observation made in a study on the cost of living index are given in the following table. ഈ ടേബിളിൽ നമുക്ക് കോസ്റ്റ് ഓഫ് ലിവിങ് നമ്പർ ഓഫ് വീക്സും തന്നിട്ടുണ്ട്. ഡ്രോ എ ഫ്രീക്വൻസി പോളിഗൺ ഫോർ ദ ഡാറ്റ അബവ് വിതൗട്ട് കൺസ്ട്രക്റ്റിംഗ് ഹിസ്റ്റോഗ്രാം. ഹിസ്റ്റോഗ്രാം വരയ്ക്കാതെ നമ്മളോട് ഫ്രീക്വൻസി പോളിഗൺ വരയ്ക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നേരത്തെ നമ്മൾ എന്താ ചെയ്ത്, നേരത്തെ നമ്മൾ ഹിസ്റ്റോഗ്രാം വരച്ചിട്ടാണ് ഫ്രീക്വൻസി പോളിഗൺ കൺസ്ട്രക്ട് ചെയ്തത്. ഇവിടെ ഹിസ്റ്റോഗ്രാം വരയ്ക്കാതെ ഫ്രീക്വൻസി പോളിഗൺ വരയ്ക്കാനാണ് പറയുന്നത്. അപ്പം നമുക്ക് എങ്ങനെ ചെയ്യാം? ഇപ്പം പറഞ്ഞിട്ടുണ്ട് ക്ലാസ് മാർക്ക് വെച്ചിട്ട് നമുക്ക് ചെയ്യാമെന്ന്. അപ്പം ഈ കേസിൽ നമുക്ക് ക്ലാസ് മാർക്ക് നോക്കാം. ഫോർ 140 to 150 അപ്പർ ലിമിറ്റ് എന്താ? അപ്പർ ലിമിറ്റ് ഈക്വൽ ടു 150. ലോവർ ലിമിറ്റ് എന്താ? ഈക്വൽ ടു 140. അപ്പോൾ ക്ലാസ് മാർക്ക് എന്തായിരിക്കും? 140 plus 150 by 2 ഈക്വൽ ടു 145. ഈ കേസിൽ 145 ആണ്. അതേപോലെ ഓരോന്നിൻ്റെയും കാൽക്കുലേറ്റ് ചെയ്യാം ക്ലാസ് മാർക്ക്. അതെങ്ങനെയായിരിക്കും? ഓരോന്നിൻ്റെയും നമ്മൾ ക്ലാസ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ക്ലാസ് മാർക്ക് 145, 155, 165, 175, 185, 195 അങ്ങനെ ഓരോന്നിൻ്റെയും ക്ലാസ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, എന്നിട്ട് എഴുതി വെക്കാം. എന്നിട്ട് ക്ലാസ് മാർക്കും നമ്പർ ഓഫ് വീക്സും വെച്ചിട്ട് നമ്മൾ ഫ്രീക്വൻസി പോളിഗൺ വരയ്ക്കുകയാണ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 145ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ ബ്രേക്ക് ഇടാം 145. ഇതിൽ നമ്പർ ഓഫ് വീക്സ് ആണ് നമ്മളുടെ വൈ ആക്സിസിലുള്ളത്. വൈ ആക്സിസിൽ നമ്പർ ഓഫ് വീക്സ്, എക്സ് ആക്സിസിൽ എന്താ? കോസ്റ്റ് ഓഫ് ലിവിങ്. കോസ്റ്റ് ഓഫ് ലിവിങ്. ഇപ്പം സ്കെയിലിൽ എക്സ് ആക്സിസിൽ എന്താ? 1 സെന്റിമീറ്റർ ഈക്വൽ ടു 10 ആണ്. വൈ ആക്സിസിൽ എന്താ? 20 വരെ പോകുന്നുണ്ട്. അപ്പം വൈ ആക്സിസിൽ നമ്മൾ 1 സെന്റിമീറ്റർ ഈക്വൽ ടു 2 വീക്ക് എന്ന് പറയും. 20 വരെ പോകുന്നതുകൊണ്ട് നമ്മൾ 2 വെച്ചിട്ടാണ് നമ്മൾ ഓരോന്ന് എടുക്കുന്നത്. അപ്പം നമുക്ക് വരയ്ക്കാം. അപ്പോൾ 145 195 ആണ് അറ്റത്തിൽ കിടക്കുന്നത്. 145ന്റെ ലെഫ്റ്റ് സൈഡിൽ എന്താ? 135 ഉണ്ടാവും. 195ന്റെ അപ്പുറത്ത് 205 ഉണ്ടാവും. അതാണ് നമ്മളുടെ സീറോ വാല്യൂ വരുന്നത്. ഈ എണ്ണമാണ് നമ്മൾ സീറോ എക്സ് ആക്സിസുമായിട്ട് കണക്ട് ചെയ്യുന്ന പോയിന്റ്സ് ആണ് ഫ്രീക്വൻസി പോളിഗണിലെ. പിന്നെന്താ 145ൽ എത്രയാണ്? 145ൽ 5 ആണ്. അത് മാർക്ക് ചെയ്യാം. 145ൽ 5 ആണ് മാർക്ക് ചെയ്യുന്നത്. 155ൽ 10 ആണ് മാർക്ക് ചെയ്യുന്നത്. 155ൽ 165ൽ എത്രയാണ്? 165ൽ 20 ആണ്. 165ൽ 20 ആണ്. 175 എത്രയാണ്? 9 ആണ്. 175 9 ആണ്. 175 എത്രയാണ്? അല്ല 175 9 ആണ്. 185 എന്താ? 6 ആണ്. 185 എന്ന് പറഞ്ഞാൽ 6 ആണ്. 195 എത്രയാണ്? 2 ആണ്. 195 2 ആണ്. ഇത്രയായി. ഇനി നമുക്കത് രണ്ട് ഭാഗത്തും 0 ആയിട്ട് കണക്ട് ചെയ്യണം. 135ലേക്കും കണക്ട് ചെയ്യാം, 205ലേക്കും കണക്ട് ചെയ്യാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഹിസ്റ്റോഗ്രാം വരയ്ക്കാതെ നമ്മൾ ഫ്രീക്വൻസി പോളിഗൺ ക്ലാസ് മാർക്ക് വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വരച്ചു.